സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേ മൂകാംബികേ, ദേവി മൂകാംബികേ എന്നുള്ളത് നമ്മളുടെ സ്വന്തം കൊല്ലൂർ മൂകാംബിക അമ്പലത്തിലാണ്. ഇവിടെ വരാൻ പ്രത്യേകിച്ച് കാരണങ്ങളോ ഒന്നും വേണ്ട. പക്ഷേ ഇവിടെ നമുക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരായുസിൻ്റെ തപസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ അത്രയും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അമ്മേനെ വിളിച്ച് അത്രയും പറഞ്ഞ് അമ്മ കനിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മൂകാംബിക അമ്പലത്തിൽ ഇവിടെ നമുക്ക് ദർശനത്തിന് വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമുക്ക് എത്ര വരാവുന്ന സൗകര്യങ്ങളും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പക്ഷെ നമുക്കിവിടെ എത്തിപ്പെടുന്നെങ്കിൽ അമ്മ കനിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാവരും എനിക്കറിയാം. ചിലപ്പോൾ അത് വർഷങ്ങളായിരിക്കും, ദിവസങ്ങളായിരിക്കും, ചിലപ്പോൾ മാസങ്ങളായിരിക്കും. ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി പറഞ്ഞാൽ തീരില്ല. ആദ്യം നമ്മൾ ശരിക്കും ചുറ്റമ്പലം എല്ലാം ഓരോ പീഠങ്ങളും തൊഴുതിട്ട് വേണം നമ്മൾ അകത്തമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. വന്നു കഴിഞ്ഞാൽ സരസ്വതി മണ്ഡപത്തിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലി കുട്ടികളെ കൊണ്ട് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, പറ്റുമെങ്കിൽ അതൊരു പെന്നും പേപ്പറും എടുത്ത് എഴുതിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇരുന്ന് ഞങ്ങൾ എത്തുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തുന്നത് ഒരു വൈകിട്ട് ഒരു 7 മണിക്കാണ്. ഇപ്പോൾ ദീപാരാധന ശിവേലിയുടെ സമയമാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നതാണ്. ചില ഹോമങ്ങൾ നടക്കണ്ടായിരുന്നു. ക്യൂവിൽ കയറിയപ്പോഴായിരുന്നു ശിവേലിക്ക് എടുത്തത്. അപ്പം ആ ക്യൂവിൽ നിന്നുകൊണ്ട് ശിവേലി സുഖമായിട്ട് തൊഴാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും ഇഷ്ടമുള്ളത് ശിവേലിയുടെ കൂടെ നമുക്ക് ചുറ്റുന്നതായിരുന്നു. പക്ഷേ ക്യൂവിൽ കയറിപ്പോയത് കാരണം ഇപ്രാവശ്യം പറ്റിയില്ല. ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് സ്വർണ്ണരഥം എഴുന്നള്ളിപ്പ് കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഇന്ന് ആരുടെയോ ഒരു നേർച്ച പൂജ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് സ്വർണ്ണരഥം ഇതുണ്ടായിരുന്നത്. അങ്ങനെ സ്വർണ്ണരഥത്തിൽ അമ്മേനെ ഏറ്റിയിട്ട് പോകുന്നതും അതൊക്കെ നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ്. ഇതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, തൊഴാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ദേവീനെ ഇത്ര അടുത്ത് നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തൊഴുന്നത്. അങ്ങനെ അവിടെ അവർ പട്ടും വന്നവർക്കായിരിക്കണം അവർ കഴിപ്പിച്ചവർക്ക് പട്ടും പൈസ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങോട്ട് ദൂരെ ഇരുന്ന് എല്ലാം കണ്ടു, തൊഴുതു അമ്മേനെ. ഇത് വർണ്ണിച്ചാൽ തീരില്ല. അമ്മയുടെ എടുത്ത് നമ്മൾക്ക് വന്നിട്ട് കിട്ടുന്ന ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സമാധാനം വേറെ എവിടെ പോയാലും നമുക്ക് കിട്ടില്ല. അത്രയ്ക്കും മനസ്സങ്ങ് അത്രയും നമ്മളെ മനസ്സുകൊണ്ട് അങ്ങ് ഇഴകി ചേർന്ന് പോകും. ആ ഒരു വൈബാണ് ഇവിടെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതാ പല്ലക്കെടുത്ത് ദേവീനെ പല്ലക്കിൽ ഇങ്ങി എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ദേവീനെ ഇതാ നമ്മൾ പല്ലക്കിൽ എടുത്ത് വെച്ചു. പല്ലക്കിൽ ഇങ്ങി ദേവീനെ പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൻ്റെയൊക്കെ ഒരു വരണം, തൊഴണം. നമ്മൾ എന്താഗ്രഹ സഫലീകരണം നമുക്കിവിടെ നടക്കുന്നതാണ്. നമുക്കെപ്പോഴും കിട്ടുന്ന ഭാഗ്യമല്ലേ സരസ്വതി പീഠത്തിൽ ശരിക്കും ആ ഒരു ഇത് എപ്പോഴും താഴെ ഒരു വിഗ്രഹമല്ലേ കാണാറ്. അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് 9 മണിക്ക് ശേഷമാണ് അവിടെ ഉണ്ടാവുക. ഒരു 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ. ഈ നിൽക്കുന്ന ക്യൂ മൊത്തം അവിടുത്തെ വിശേഷപ്പെട്ട ദ്രവ്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഔഷധദ്രവ്യം. അത് ഒരു ചുക്ക് കാപ്പി പോലെയാണ്. പക്ഷെ അത് നമ്മൾ കുടിച്ചാൽ നമ്മുടെ അസുഖം എല്ലാം മാറുമെന്നാണ് പറയുന്നത്. അതൊരു 8 മണി 8:45 ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഒരു 9:15 നമുക്കത് കിട്ടും. ഒരു ഡബ്ബയായിട്ട് പോയാൽ നല്ലതാണ്. അല്ലെങ്കിൽ കയ്യിൽ തീർത്ഥം പോലെ കിട്ടും. പിന്നെ നമ്മൾ അന്നദാനത്തിന് വേണ്ടിയിട്ട് പോയി അന്നപ്രസാദ റൂമിൽ 8 മണി മുതൽ 9:30 വരെയാണ് അതവിടെ കൊടുക്കുന്നത്. പ്ലേറ്റ് എടുത്ത് ഞാനും മോളും ഹസ്ബൻഡും സുജിത്തും നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ചോറും സാമ്പാറും അന്നപ്രസാദം എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ അഭിപ്രായം പറയുമെങ്കിലും അന്നപ്രസാദം നമുക്ക് കഴിക്കാൻ കിട്ടുന്ന തന്നെ ഭാഗ്യം. അത് പുണ്യമായിട്ട് കണ്ട് നമ്മളത് നല്ലതായിരുന്നു. ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു. ഒരു കർണാടക സ്റ്റൈൽ സാമ്പാറാണ്, നല്ലതാണ്. നമ്മളതെല്ലാം ഭക്ഷണം ബാക്കിയാക്കാതെ നമ്മളത് കഴിച്ച് പോയി റൂമിൽ വന്ന് കിടന്നു. രാവിലെ എഴുന്നേറ്റ് ഒരു 5 മണിക്ക് നട തുറക്കും. 5:30 ഞാൻ മാത്രം കുളിച്ച് വന്നു. ഫുൾ വിളക്കെല്ലാം തെളിയിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന്
അയ്യോ! രാവിലത്തെ ഒരു വൈബ് വേറെ, രാത്രി വേറെ, എല്ലാം എന്തൊരു രസമാണെന്നറിയോ. നമുക്ക് കുങ്കുമാർച്ചന, പുഷ്പാഞ്ജലി കഴിപ്പിച്ച ഇവിടുത്തെ ഒരു വിശേഷം, നമുക്ക് തന്നെ അവിടെ അർച്ചന ചെയ്യാൻ ഒരാളുടെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കർമ്മയുടെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഉള്ളതാണ് നെയ്വിളക്കും നമ്മൾക്ക് എടുത്ത് കത്തിച്ച് നമ്മൾക്ക് തന്നെ ദേവീനെ പ്രാർത്ഥിച്ച് നമുക്ക് നെയ്വിളക്ക് അവിടെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ നേരവും ഇതിൻ്റെ ഭാവം ഓരോ ഭാവമാട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്ക് കുടജാദ്രി കാണാം, ശങ്കരാചാര്യർ ദേവീനെ കൊണ്ടുവന്നിട്ടുള്ള ഇത്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് വമ്മിതേ യാത്ര, നമ്മളുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു ആശ്രമത്തിൽ അവരുടെ ഒരു ഘോഷയാത്രയാണ്. ഇവിടെ നിന്ന് ദീപം തെളിയിച്ചിട്ട് സ്വാമി ദീപം അകത്തുനിന്ന് അമ്മയുടെ അടുത്തു നിന്നുള്ള ദീപം തെളിയിച്ചിട്ട് ഈ രഥത്തിൽ വെച്ച് ഇനി ട്രിവാൻഡ്രത്ത് 23-ാം തീയതി അങ്ങനെ എന്തോ ആകുമ്പോൾ എത്തി. അവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് എല്ലാ ഡിസ്ട്രിക്ട്സിലും പോയി. അവർ എല്ലാ അമ്പലങ്ങളിലും, കുറേ അമ്പലങ്ങൾ അവരുടെ ഒരു ഇതിലുള്ള ആശ്രമങ്ങളിലൊക്കെ പോയി. അങ്ങനെ അവരുടെ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. കുറേ നേരം അവരുടെ കൂടെ ഇരുന്ന് രാമനാമം ചൊല്ലാനും കുറേ ഭാഗ്യങ്ങളൊക്കെ കിട്ടി. വളരെ സന്തോഷകരമായൊരു മൂകാംബിക യാത്രയായിരുന്നു. മൂകാംബിക അമ്മേനെ കുറിച്ചിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയണതാണ്. പറ്റുമ്പോഴൊക്കെ വരാറുള്ളൊരു സ്ഥലമാണ്. വരാൻ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. ഇവിടുത്തെ ഒരു ഫീല് വേറെ എവിടെയും എനിക്ക് കിട്ടാറില്ല. അങ്ങനെയും ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ വന്നിപ്പോൾ ഉള്ളത്. ഇപ്പം ഇത് വന്ന് തൊഴുത് സഹസ്രനാമം ചൊല്ലി അവിടെ ഇരുന്ന് ഒരു 5 വട്ടം ഇരുന്ന് ഇന്ന് തൊഴാൻ വേണ്ടിയിട്ട് പറ്റി. ഇന്നലെ വന്ന് 3 വട്ടം ഉള്ളിൽ കയറി പ്രദക്ഷിണം വെച്ചു. ഉള്ളിൽ കയറി തൊഴാൻ അമ്മേനെ ഇങ്ങനെ കൺകുളിർക്കെ കണ്ടു. സന്തോഷം.